അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ രണ്ടു പേരുടെ സാന്നിധ്യം അല്ലെങ്കിൽ രണ്ട് ദൈവങ്ങളില്ല. അപ്പൊ ജനിക്കാൻ പോകുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അവന് പേര് കൊടുക്കേണ്ട ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നായിരിക്കണമെന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? രണ്ടും മൂന്നും പേരൊന്നുമില്ല. ദൈവം സർവ്വവ്യാപി ആയതുകൊണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ എന്ന അർത്ഥത്തില്, കാണുവാൻ കഴിയാത്തവൻ, അല്ലേ? 1 തിമോത്തിയോസ് 6:16 നമ്മൾ വായിക്കുന്നു. 1 തിമോത്തിയോസ് 6:16 6:16 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 16-ാമത്തെ വാക്യത്തിൽ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? അതിനു മുമ്പ് പറയുന്നുണ്ട്, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അല്ലെ? എത്ര കർത്താതി കർത്താവുണ്ട്? യേശു ക്രിസ്തുവിനെ ക്രൈസ്തവ ലോകം കണ്ടുവരുന്ന എന്താണ്? ഏക കർത്താവ് എന്നാണ് പറയുന്നത്. ഏക കർത്താവ്, അതായത് ഏക ദൈവവും ഏക കർത്താവും ഉണ്ടെന്ന്. അപ്പൊ എത്ര പേരായി അവിടെ പറയുന്നത്? ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അപ്പൊ ഇത്ര രണ്ടും മൂന്നും പേരുണ്ടോ? ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, ഒരു വലിയ വസ്തുത തന്നെയാണ്. മാറ്റമില്ലാത്തവൻ. മലാക്കിയുടെ പുസ്തകം 3:6 നമ്മൾ വായിക്കുന്നു. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവനാണ്, അല്ലെ? യേശു ക്രിസ്തു മാറാത്തവനാണ്. അപ്പം യഹോവ യേശു ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്, അല്ലെ? ജീവിച്ചിരിക്കുന്നവൻ. വെളിപ്പാട് 15:17 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15:17 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ 4 ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 4 ജീവികളിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ. അപ്പം രണ്ടും മൂന്നും പേരൊന്നുമില്ല, ജീവനുള്ള ഒരു ദൈവമേ ഉള്ളൂ. ജീവനുള്ള ദൈവത്തിന്റെ വെളിപ്പെടൽ എന്നുള്ളതാണ്, മനുഷ്യനായിട്ടുള്ള വെളിപ്പെടലാണ്